നമസ്കാരം. സ്പെയിനിൽ ബോംബിടാൻ ട്രംപ്, അമേരിക്കയ്ക്കെതിരെ നാറ്റോയുടെ നീക്കം. ഇറാൻ യുദ്ധത്തിൽ പിന്തുണയ്ക്കാത്തതിന്റെ പേരിൽ സ്പെയിനിനെ സസ്പെൻഡ് ചെയ്യുവാനുള്ള അമേരിക്കൻ നീക്കത്തിന് തിരിച്ചടിയാകും. നാറ്റോയുടെ സ്ഥാപക ഉടമ്പടിയിൽ ഒരു അംഗരാജ്യത്തെ പുറത്താക്കാനോ സസ്പെൻഡ് ചെയ്യുവാനോ ഉള്ള യാതൊരു വ്യവസ്ഥയുമില്ല എന്ന് സഖ്യവക്താക്കൾ വ്യക്തമാക്കും. അമേരിക്കയുടെ പെന്റഗണിൽ നിന്ന് ചോർന്ന ഒരു രഹസ്യ ഇമെയിലിനെ ആസ്പദമാക്കി റോയിട്ടേഴ്സ് റിപ്പോർട്ട് പുറത്തുവിട്ടതോടെയാണ് വിവാദങ്ങൾ തുടങ്ങുന്നത്. വാഷിംഗ്ടണിന്റെ സൈനിക നീക്കങ്ങളെ പിന്തുണയ്ക്കാത്ത രാജ്യങ്ങളെ ശിക്ഷിക്കണം എന്നതായിരുന്നു ആ ഇമെയിലിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഫെബ്രുവരി 28-ന് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രായേലും സംയുക്ത ആക്രമണം നടത്തുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെ തങ്ങളുടെ വ്യോമതാവളങ്ങൾ വിട്ടു നൽകുവാൻ സ്പെയിൻ വിസമ്മതിച്ചതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. സ്പെയിനിനെ പുറത്താക്കുന്നതിന് പുറമെ ബ്രിട്ടന്റെ അധീനതയിലുള്ള ഫ്ലാക്സൺ ദ്വീപിന്മേലുള്ള നയതന്ത്ര നിലപാട് പുനഃപരിശോധിക്കുവാനും അമേരിക്ക ആലോചിക്കുന്നതായിട്ട് റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഇത് സഖ്യകക്ഷികൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കി. തങ്ങൾ ഒരു ഇമെയിലിന്റെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിക്കുന്നതെന്ന് സ്പെയിനിന്റെ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് പ്രതികരിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് മാത്രമേ സഖ്യകക്ഷികളുമായി സഹകരിക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയുടെ സംരക്ഷണം സൗജന്യമായി അനുഭവിക്കുന്ന രാജ്യങ്ങൾ തങ്ങളെ സഹായിക്കാൻ എത്തുന്നില്ല എന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഹോർമുസ് കടലിടുക്കിന്റെ ആവശ്യം യൂറോപ്പിനാണ് എന്നും അവർ യുദ്ധത്തിന് തയ്യാറാകണമെന്നും അവർ പറയുന്നു. നാറ്റോ എന്ന് പറയപ്പെടുന്ന ഒരു വൺ വേ സ്ട്രീറ്റായി മാറിയെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മാസം വിമർശിച്ചിരുന്നു. അമേരിക്ക എല്ലാവരെയും സംരക്ഷിക്കുന്നുണ്ടെങ്കിലും തിരിച്ചാരും സഹായിക്കുന്നില്ല എന്നുള്ളതാണ് ട്രംപിന്റെ പരാതി. നാറ്റോ അംഗരാജ്യങ്ങൾക്കിടയിൽ ഭിന്നത രൂക്ഷമാണ് എങ്കിലും ഇറ്റലിയും ജർമ്മനിയും സ്പെയിനിന് പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തു. സ്പെയിനിന്റെ അംഗത്വം ചോദ്യം ചെയ്യപ്പെടേണ്ടതില്ലെന്ന് ജർമ്മൻ വക്താക്കൾ വ്യക്തമാക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല എന്നുള്ളതാണ്. ഇറാന്റെ തുറമുഖങ്ങൾ ഉപരോധിക്കുന്നത് ബ്രിട്ടന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് ലണ്ടന്റെ ഔദ്യോഗിക നിലപാട് പോലും. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ നീക്കം സുഗമമാക്കാൻ വെടിനിർത്തലിന് ശേഷം സൈന്യത്തെ വിന്യസിക്കാൻ തയ്യാറാണ് എന്ന് ബ്രിട്ടനും ഫ്രാൻസും അറിയിക്കുകയും ചെയ്തു. സഖ്യകക്ഷികൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിത് എന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തണമെന്നും അവർ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അംഗരാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം മുറുകുമ്പോഴും നാറ്റോയിൽ നിന്ന് പുറത്തു പോകാമെന്നോ താവളങ്ങൾ അടച്ചുപൂട്ടാമെന്നോ ഉള്ള നിർദ്ദേശം അമേരിക്ക ഇതുവരെ ഔദ്യോഗികമായി മുന്നോട്ട് വച്ചിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അമേരിക്കയെ തന്നെ ഈ അംഗരാജ്യങ്ങൾ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതൊന്നുമല്ല എങ്കിൽ സ്പെയിനിനെതിരെ കർശന നടപടി സ്വീകരിക്കുവാൻ ട്രംപ് തയ്യാറായേക്കും. സ്പെയിനിൽ ബോംബിടാൻ തന്നെ ട്രംപ് തീരുമാനിച്ചാൽ അതും ചിലപ്പോൾ നടന്നേക്കും. അമേരിക്കയ്ക്കെതിരെ അതുകൊണ്ട് തന്നെ നാറ്റോയിൽ നിന്നുള്ള ഒരു വലിയ നീക്കം നടക്കുന്നുണ്ട്. അത് ചിലപ്പോൾ അമേരിക്കയെ വേണമെങ്കിൽ പുറത്താക്കാൻ നാറ്റോ സഖ്യകക്ഷികൾ ചിലപ്പോൾ തുനിഞ്ഞേക്കും.